ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ അതീവ ഗുരുതരമായ ഒരു യുദ്ധസൂചന നൽകിക്കൊണ്ട് ഇറാനിലുള്ള തങ്ങളുടെ പൗരന്മാർക്ക് ചൈന നൽകിയ അടിയന്തര നിർദ്ദേശം ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാനിലെ സുരക്ഷാ സാഹചര്യം സങ്കീർണവും കഠിനവുമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബെയ്ജിംഗ് പുറപ്പെടുവിപ്പിച്ച ഈ ഉത്തരവ് കേവലം ഒരു യാത്രാ മുന്നറിയിപ്പല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സൈനിക ഏറ്റുമുട്ടലിന്റെ മുന്നോടിയാണെന്ന് ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. സാധാരണഗതിയിൽ നയതന്ത്ര ബന്ധങ്ങളിൽ ഇത്തരം നിർദ്ദേശങ്ങൾ നൽകാറുണ്ടെങ്കിലും ചൈനയെ പോലെ ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് അസാധാരണമാണ്. ഇറാനിലെ സുരക്ഷാ കവചം എപ്പോൾ വേണമെങ്കിലും തകരാമെന്നും വലിയ തോതിലുള്ള മിസൈൽ ആക്രമണങ്ങളോ വ്യോമാക്രമണങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ചൈനീസ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ടാകാം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം രൂക്ഷമാക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഇടപെടൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ഇത്തരമൊരു സാഹചര്യത്തിൽ തന്റെ പൗരന്മാരുടെ ജീവൻ അപകടത്തിലാകാൻ ചൈന ആഗ്രഹിക്കുന്നില്ല. ബെയ്ജിംഗിന്റെ ഈ നീക്കം ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ചൈനീസ് പൗരന്മാരോട് തന്ത്രപ്രധാന മേഖലകൾ വിട്ടുപോകാൻ ആവശ്യപ്പെടുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഇറാനിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ, ആണവ നിലയങ്ങൾ എന്നിവയാണ്. ഇത്തരം ഇടങ്ങൾ ശത്രുക്കളുടെ പ്രധാന ലക്ഷ്യങ്ങളായി മാറാൻ സാധ്യതയുണ്ടെന്ന് ചൈന കണക്ക് കൂട്ടുന്നു. ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുക ഇത്തരം മേഖലകളെയായിരിക്കും. ബെയ്ജിംഗിന്റെ ഈ നിർദ്ദേശം അന്താരാഷ്ട്ര വിപണിയിലും വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. ബെയ്ജിംഗ് നൽകുന്ന ഈ തണുപ്പൻ സന്ദേശം ലോകത്തിന് നൽകുന്നത് ഒരു അന്ത്യശാസനത്തിന്റെ സ്വഭാവമാണ്. സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാൻ സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും ടെഹ്റാനിലെ സമാധാനത്തിന്റെ ജാലകം അതിവേഗം അടയുകയാണെന്നും ചൈന വിശ്വസിക്കുന്നു. സൈനിക ചരിത്രം പരിശോധിച്ചാൽ ഒരു വലിയ ആക്രമണത്തിന് തൊട്ടു മുൻപ് ആ രാജ്യവുമായി അടുപ്പമുള്ള രാഷ്ട്രങ്ങൾ തങ്ങളുടെ പൗരന്മാരെ മാറ്റാറുണ്ട്. ഇത് വരാനിരിക്കുന്ന ആഘാതത്തിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയാണ്. ചൈനയുടെ കാര്യത്തിൽ ഇത് കൂടുതൽ ഗൗരവകരമാണ്. കാരണം മേഖലയിൽ ചൈനയ്ക്ക് വലിയ നിക്ഷേപങ്ങളുണ്ട്. അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന നീക്കങ്ങളെ ചൈന സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. പേർഷ്യൻ ഗൾഫിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യവും ഇസ്രയേലിന്റെ പുതിയ സൈനിക വിന്യാസവും സൂചിപ്പിക്കുന്നത് ഒരു വലിയ ആക്രമണം വിദൂരമല്ലെന്നാണ്. ഈ ആക്രമണത്തിൽ ഇറാനിലെ പല നഗരങ്ങളും ലക്ഷ്യം വെച്ചിരിക്കാം. ചൈനീസ് പൗരന്മാർ വ്യാപകമായി ജോലി ചെയ്യുന്ന നിർമ്മാണ മേഖലകളും ഫാക്ടറികളും ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഈ നീക്കം വലിയൊരു സമ്മർദ്ദമാണ്. തങ്ങളുടെ രാജ്യം സുരക്ഷിതമാണെന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ചൈനയുടെ ഈ മുന്നറിയിപ്പ് വരുന്നത്. ഇത് ഇറാന്റെ ആ ഒറ്റപ്പെടലിന് കാരണമാകും. ടൂറിസം, വ്യാപാരം തുടങ്ങിയ മേഖലകളെ ഇത് തകർക്കും. തന്ത്രപരമായ മരവിപ്പിക്കൽ എന്നാണ് ഇതിനെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. ആളുകളുടെ ചലനം നിയന്ത്രിക്കുന്നതിലൂടെ അവർ അനാവശ്യമായ അപകടങ്ങളിൽ പെടുന്നത് ഒഴിവാക്കാൻ ചൈന ശ്രമിക്കുന്നു. യുദ്ധമുഖത്ത് സാധാരണക്കാർ ഉണ്ടാകുന്നത് സൈനിക നീക്കങ്ങളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ സൈനിക മേഖലകളിൽ നിന്ന് പൗരന്മാരെ മാറ്റുന്നത് ശത്രു രാജ്യങ്ങൾക്കും ഒരു സന്ദേശമാണ്. ഇറാൻ ചൈന ബന്ധം വരും ദിവസങ്ങളിൽ എങ്ങനെ മാറുമെന്ന് കണ്ടറിയണം. ചൈനയുടെ ഈ നീക്കം ഇറാന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എങ്കിലും യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവർ നിർബന്ധിതരാകും. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്നും ഇനി സൈനിക നീക്കങ്ങൾക്കാണ് മുൻഗണനയെന്നും ചൈന പരോക്ഷമായി സമ്മതിക്കുകയാണ്. ബെയ്ജിംഗിന്റെ ഈ തീരുമാനത്തിന് പിന്നിൽ ചിലപ്പോൾ റഷ്യയുടെയും പങ്കുണ്ടാകാം. റഷ്യയും ചൈനയും ഇറാനും തമ്മിൽ അടുത്ത പ്രതിരോധ സഹകരണം നിലവിലുണ്ട്. റഷ്യയിൽ നിന്നുള്ള രഹസ്യ വിവരങ്ങളും ചൈനയെ ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. ടെഹ്റാനിലെ സുരക്ഷാ ജാലകം അടയുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നയതന്ത്രത്തിന് ഇനി സ്ഥാനമില്ലെന്നാണ്. ആയുധങ്ങൾ സംസാരിക്കുന്ന ഒരു കാലം വരികയാണ്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പോലും പരാജയപ്പെട്ടേക്കാവുന്ന തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ചൈന ഭയപ്പെടുന്നു. പൗരന്മാരോട് മൊബിലൈസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് വലിയൊരു ലോജിസ്റ്റിക് ദൗത്യം കൂടിയാണ്. ആയിരക്കണക്കിന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക എന്നത് എളുപ്പമല്ല. ഇതിന് ഇറാന്റെ സഹായവും ആവശ്യമാണ്. എന്നാൽ സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വിദേശികൾക്ക് വേണ്ടി എത്രത്തോളം ഇറാൻ പ്രവർത്തിക്കുമെന്ന് കണ്ടറിയണം. ഈ സാഹചര്യം അമേരിക്കയ്ക്ക് ഒരു വലിയ അവസരവും വെല്ലുവിളിയുമാണ്. ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്കയ്ക്ക് ഇത് ഉപയോഗിക്കാം. എന്നാൽ ചൈനയുടെ ഇടപെടൽ യുദ്ധത്തെ കൂടുതൽ സങ്കീർണമാക്കും. ചൈന നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം നൽകിയ നിർദ്ദേശത്തിൽ അതിതീവ്രമായ സാഹചര്യമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ശത്രുക്കളുടെ ആക്രമണം അപ്രതീക്ഷിതവും അതിശക്തവുമായിരിക്കുമെന്നാണ്. രാത്രികാലങ്ങളിൽ വരാനിരിക്കുന്ന വ്യോമാക്രമണങ്ങളെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് കരുതപ്പെടുന്നു.
ആഗോള സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദുസ്സൂചനയാണ്. ചൈനയും ഇറാനും തമ്മിലുള്ള വ്യാപാരം തടസ്സപ്പെടുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വില വർധനവിന് കാരണമാകും. കൂടാതെ ഇറാനിൽ നിന്നുള്ള ഊർജ്ജ വിതരണം തടസ്സപ്പെട്ടാൽ അത് ആഗോള ഇന്ധന പ്രതിസന്ധിക്ക് വഴിവെക്കും. തന്ത്രപ്രധാന മേഖലകൾ എന്ന് ചൈന വിശേഷിപ്പിച്ചതിൽ ഇറാന്റെ വിക്ഷേപണ കേന്ദ്രങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇറാൻ മിസൈലുകൾ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വിവരവും ചൈനയ്ക്കുണ്ടായിരിക്കാം. അങ്ങനെയായാൽ തിരിച്ചടി ആ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ തന്നെയായിരിക്കും. ഇറാന്റെ അയൽ രാജ്യങ്ങളും ഈ നീക്കത്തെ ഭീതിയോടെയാണ് കാണുന്നത്. ഇറാൻ, തുർക്കി, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ അതിർത്തികളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. യുദ്ധം പടർന്നാൽ അത് അഭയാർത്ഥി പ്രവാഹത്തിന് കാരണമാകും. ചൈനയുടെ മുന്നറിയിപ്പ് ഇരു രാജ്യങ്ങൾക്കും ഒരു അലാറം പോലെയാണ് പ്രവർത്തിക്കുന്നത്. യുദ്ധം ഇനി വെറും ഒരു ഭീഷണിയല്ല, മറിച്ച് യാഥാർത്ഥ്യമായി മാറുകയാണ്. ചൈനീസ് പൗരന്മാരോട് ഉടൻ മാറാൻ ആവശ്യപ്പെട്ടത് കാണിക്കുന്നത് സമയം കുറവാണെന്നാണ്. ഏതാനും മണിക്കൂറുകൾക്കോ ദിവസങ്ങൾക്കോ ഉള്ളിൽ കാര്യങ്ങൾ മാറിമറിയാം. സൈനിക ചരിത്രത്തിൽ ഇത്തരം നിർദ്ദേശങ്ങൾ വന്നതിന് പിന്നാലെ വലിയ യുദ്ധങ്ങൾ നടന്ന ഉദാഹരണങ്ങൾ നിരവധിയാണ്. ചൈനയുടെ ഈ നീക്കം അമേരിക്കൻ ഇന്റലിജൻസിനുള്ള ഒരു മറുപടി കൂടിയാണ്. അമേരിക്കയെക്കാൾ മികച്ച വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് ചൈന തെളിയിക്കുന്നു. അല്ലെങ്കിൽ അമേരിക്കയുടെ നീക്കങ്ങളെ മുൻകൂട്ടി കാണാൻ ചൈനയ്ക്ക് സാധിക്കുന്നു. ഇതൊരു സൈബർ യുദ്ധത്തിന്റെ കൂടി ഭാഗമാണ്. ഇറാനിലെ സുരക്ഷാ സാഹചര്യം കൈവിട്ടു പോകുന്നു എന്ന ചൈനയുടെ പ്രഖ്യാപനം മിഡിൽ ഈസ്റ്റിലെ ശാക്തിക സന്തുലിതാവസ്ഥയെ തകർക്കും. സമാധാനത്തിന്റെ അവസാന നൂലിഴയും പൊട്ടിപ്പോയിരിക്കുന്നു. ഇനി വരാനിരിക്കുന്നത് സംഘർഷത്തിന്റെ നാളുകളാണ്. ചൈനീസ് പൗരന്മാർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുമ്പോൾ ലോകം മുഴുവൻ ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്. അടുത്തതായി എന്ത് സംഭവിക്കുമെന്നറിയാൻ.